നമസ്കാരം പ്രിയപ്പെട്ടവരെ, ഡെയിലി ലൈഫ് ഇംഗ്ലീഷ് സ്പീക്കിംഗ് കോഴ്സിൻ്റെ മറ്റൊരു ചാപ്റ്ററിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സുസ്വാഗതം. നമ്മളുടെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ദയവായി നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ബെൽ ബട്ടൺ അമർത്താൻ മറക്കാതിരിക്കുക. എങ്കിൽ മാത്രമേ നമ്മുടെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് റെഗുലറായിട്ട് ലഭിക്കുകയുള്ളൂ. മറ്റൊരു കാര്യം കൂടി നിങ്ങൾ ചെയ്യേണ്ടതുണ്ട്. നമ്മുടെ പ്രീവിയസ് ക്ലാസ്സുകൾ നിങ്ങൾ മിസ്സായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലിങ്കിൽ പോയി പ്രീവിയസ് ക്ലാസ്സുകൾ കാണാനായിട്ട് ശ്രമിക്കുക. അത് മനസ്സിലാക്കുവാനായിട്ട് വേണ്ടത് ചെയ്യുക. അല്ലെങ്കിൽ ആ ക്ലാസ് നിങ്ങൾ നന്നായിട്ട് കണ്ട് മനസ്സിലാക്കി മുന്നോട്ട് പോകുക. ഞാൻ പറയുകയുണ്ടായി, നമ്മൾ ഓരോ തവണയും നമ്മൾ ക്ലാസ് എടുക്കുമ്പോൾ നമ്മൾ വളരെ ചെറിയ നമ്മൾ ഗ്രാമറായിട്ടോ അല്ലെങ്കിൽ വലിയ ടാസ്ക് ഒന്നുമല്ല നിങ്ങളുമായിട്ട് ഞാൻ സംവദിക്കുക അല്ലെങ്കിൽ പങ്കുവയ്ക്കുകയും ചെയ്യുന്നത്. വളരെ നിസാരപ്പെട്ട ചെറിയ കാര്യങ്ങൾ നിങ്ങളിലേക്ക് ഞാൻ സന്നിവേശിപ്പിക്കാൻ ശ്രമിക്കുകയാണ് ചെയ്തത്, അല്ലെങ്കിൽ നിങ്ങളിലേക്ക് എത്തിക്കാനായിട്ടാണ് ഞാൻ ശ്രമിക്കുന്നത്. അത് വളരെ നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടുമില്ലാതെ ഒരു വിഷമവും ഇല്ലാതെ തന്നെ നിങ്ങളത് മനസ്സിലാക്കത്തക്ക രീതിയിലാണ് ഞാൻ നിങ്ങളോട് കാര്യങ്ങൾ പറഞ്ഞു തരുന്നത്. അത് നിങ്ങളുടെ എന്തെങ്കിലും അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഉണ്ടെങ്കിൽ ദയവായിട്ട് എന്നെ അറിയിക്കുക. എങ്കിൽ മാത്രമേ എനിക്കത് മെയിൻറ്റെയിൻ ചെയ്ത് വീണ്ടും നിങ്ങളിലേക്ക് നല്ല രീതിയിലായിട്ട് അത് എത്തിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഞാൻ പറഞ്ഞു നമ്മൾ ചെറിയ ടിപ്പുകൾ, അതായത് ഞാൻ പറഞ്ഞു നമ്മൾ വി ആർ ഗോയിങ് ടു ജോയിനിങ് ദ ഡോട്ട്സ്. ഞാൻ ചെറിയ കുത്തുകളാണ് നിങ്ങൾക്ക് നൽകുന്നത്. ചെറിയ ഡോട്ടുകൾ, തീരെ ചെറിയ ഡോട്ടുകൾ, അറ്റ്, ആൻഡ്, വേറെ, വിച്ച്, വാട്ട്, അത്തരത്തിലുള്ള ആ ചെറിയ ഡോട്ടുകൾ, അത് അവയുടെ ശരിയായ ഉപയോഗക്രമം, അത് മാക്സിമം നിങ്ങൾ നമ്മുടെ ഡെയിലി ലൈഫിൽ അത് എവിടെയൊക്കെയാണ് ഉപയോഗിക്കേണ്ടത്, എങ്ങനെയൊക്കെയാണ് പ്രയോഗിക്കേണ്ടത്, ആ രീതിയിലാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ അത്തരത്തിലുള്ള ചെറിയ കാര്യങ്ങൾ നമ്മൾ ഗ്രഹിച്ച് മനസ്സിലാക്കി മുന്നോട്ട് പോകുമ്പോഴാണ് നമ്മൾ ഇംഗ്ലീഷ് ഭാഷയെ കൂടുതൽ അടുത്തറിയുകയും ഇംഗ്ലീഷ് സംസാരിക്കുവാനുള്ള അറപ്പ് നമ്മളിൽ നിന്ന് മാറുകയും ചെയ്യുന്നത്. നമുക്ക് ഇംഗ്ലീഷ് ഭാഷ സംസാരിക്കാനായിട്ട് ഏറ്റവും നന്നായിട്ട്, ഏറ്റവും അത്യന്താപേക്ഷിതമായിട്ട് നമുക്ക് വേണ്ടത് എന്താണ്? ഞാൻ ആദ്യം തന്നെ പറഞ്ഞു, നമുക്ക് വേണ്ടത് കോൺഫിഡൻസ് ആണ്. രണ്ടാമത്തെ കാര്യം നമുക്ക് എന്താണ് എടുക്കുക? നമുക്ക് നിർഭയം, നമ്മൾ ഭയം ലേശം പോലും നമുക്ക് പാടില്ല. എത്ര തെറ്റായിക്കോട്ടെ, എത്രമാത്രം നമ്മൾക്ക് അറിയത്തില്ല എങ്കിൽ നമ്മൾ ഇംഗ്ലീഷ് സംസാരിക്കുമെന്നുള്ള ഉറച്ച മനോഭാവത്തോടു കൂടി, ഞാൻ പറയുകയുണ്ടായി കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ സെലിബ്രിറ്റീസൊക്കെ എങ്ങനെയാണ് ഇംഗ്ലീഷ് സംസാരിച്ചത്, ആ ഡെഡിക്കേഷൻ, ആ മനോഭാവം, അതാണ് നമ്മൾക്ക് വേണ്ടത്. നമുക്ക് ഒന്നും അറിയാത്ത ഒരാൾക്ക്, ഞാൻ പറഞ്ഞ് പുറത്തുനിന്ന് വന്ന ബംഗാളികൾക്ക്, മറ്റുള്ള ആസാമിൽ നിന്ന് വരുന്ന ആളുകൾക്ക് ഇവിടെ വന്ന് 1 മാസം കൊണ്ടോ അല്ലെങ്കിൽ 2 മാസം കൊണ്ടോ വളരെ മനോഹരമായി മലയാളം സംസാരിക്കാൻ അവർക്ക് സാധിക്കുന്നുണ്ടോ എങ്കിൽ, അത്യാവശ്യം നല്ല വിദ്യാഭ്യാസവും നല്ല ലോകപരിജ്ഞാനവുമുള്ള നമ്മൾക്ക് എന്തുകൊണ്ട് ലോകഭാഷയായ ഇംഗ്ലീഷ് നമുക്ക് സംസാരിക്കാൻ സാധിക്കുന്നില്ല? അത് നമ്മൾ ആദ്യമായിട്ട് മനസ്സിലാക്കുക. അപ്പോൾ നമ്മൾ ഇംഗ്ലീഷ് ഭാഷ പഠിക്കുന്നതോടൊപ്പം തന്നെ ഇംഗ്ലീഷ് ഭാഷയുടെ സംസ്കാരം, ഇംഗ്ലീഷ് ഭാഷയെ അറിഞ്ഞ് പഠിക്കുക, ഇംഗ്ലീഷ് ഭാഷ എന്താണെന്ന് മനസ്സിലാക്കി പഠിക്കുക, ഇംഗ്ലീഷ് ഭാഷ നമുക്ക് പ്രൊവൈഡ് ചെയ്ത് നമുക്ക് നൽകുന്ന ആ നന്മകളും മേന്മകളും നമ്മൾ മനസ്സിലാക്കി വേണം നമ്മൾ സംസാരിക്കുവാനായിട്ട്. ഇന്ന് ഞാൻ ഒരു പ്രത്യേക വിഷയത്തിലേക്ക് ഊന്നിയാണ് സംസാരിക്കാൻ പോകുന്നത്. നമുക്കിന്ന് പ്രത്യേക ഒരു വിഷയത്തെക്കുറിച്ചാണ് ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. നമുക്കെല്ലാവർക്കും സെയിൽസ് അല്ലെങ്കിൽ കച്ചവടം അല്ലെങ്കിൽ വിൽപ്പന, ഇതേക്കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഇംഗ്ലീഷ് ഭാഷ എത്രമാത്രം സെയിൽസിനെ സ്വാധീനിക്കുന്നു, അത് നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ട സംഗതിയാണ്. എൻ്റെ ഈ ക്ലാസ്സുകൾ കാണുന്ന ആൾക്കാരിൽ ചിലപ്പം സെയിൽസിലോ മാർക്കറ്റിങ്ങിലോ ഉള്ള ആൾക്കാരായിരിക്കും. അതല്ല എങ്കിൽ ഒരിക്കലെങ്കിലും നമ്മളെല്ലാവരും കടയിൽ പോയി സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടി പോകുന്ന ആൾക്കാരാണ്, ശരിയല്ലേ? അപ്പം നമുക്കറിയാം സെയിൽസ്, കച്ചവടം എന്താണ് എന്നുള്ള കാര്യം നമുക്കറിയാം. അപ്പോൾ ഞാൻ പറഞ്ഞ പോയിൻ്റ്, സെയിൽസ് അല്ലെങ്കിൽ കച്ചവടം എന്നത് ഇംഗ്ലീഷ് ഭാഷയെ എത്രമാത്രം കച്ചവടത്തെ സ്വാധീനിക്കുന്നു എന്നുള്ളതാണ്. ഒന്നുകൂടെ ഞാൻ പറയുകയാണ്, സെയിൽസ് എന്നുള്ളത് ഇംഗ്ലീഷ് ഭാഷയെ എത്രമാത്രം സ്വാധീനിക്കുന്നു. നമ്മൾ ചിന്തിക്കുന്നതിന് അപ്പുറത്താണ്. നമ്മൾ വിചാരിക്കുന്നത് നമ്മൾ ഈ ഇംഗ്ലീഷ് ഭാഷയും സെയിൽസുമായിട്ട് എന്താണ് ബന്ധമുള്ളതെന്ന്. ഇംഗ്ലീഷ് ഭാഷയും സെയിൽസുമായി വളരെയധികം ബന്ധമുണ്ട്. ഒരു സെയിൽസ്മാന് അവൻ്റെ ഇംഗ്ലീഷ് ഭാഷ അല്പം മെച്ചപ്പെടുത്താൻ സാധിച്ചാൽ തീർച്ചയായിട്ടും അവൻ്റെ സെയിൽസ് അവന് മെച്ചപ്പെടുത്താൻ സാധിക്കും. അവൻ്റെ വ്യക്തിത്വം, അവൻ്റെ പേഴ്സണാലിറ്റി അവന് മെച്ചപ്പെടുത്താൻ സാധിക്കും. അവൻ്റെ സ്വഭാവ രൂപീകരണത്തിൽ, സ്വഭാവ സവിശേഷതകളിൽ ധാരാളം മാറ്റങ്ങളുണ്ടായിരിക്കും. അതൊരു സെയിൽസ്മാൻ്റെ മാത്രം കാര്യമല്ല ഞാൻ പറയുന്നത്. ഏതൊരു വ്യക്തി, വൈയക്തികമായിട്ട് ഏത് ഹ്യൂമൻ ബീയിങ്ങിനും സംഭവിക്കുന്ന ഒരു കാര്യമാണ്. അപ്പം നമുക്ക് ചെറിയൊരു കാര്യത്തെക്കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യും. എന്താണ് സെയിൽസും ഇംഗ്ലീഷും? ഇംഗ്ലീഷ് പഠിച്ചതുകൊണ്ട് എങ്ങനെ നമ്മൾ സെയിൽസിനെ ഇമ്പ്രൂവ് ചെയ്യാം, എങ്ങനെ നമ്മളുടെ സെയിൽസ് കൂട്ടാം. ടാർഗറ്റൊക്കെ അച്ചീവ് ചെയ്യേണ്ട ആൾക്കാരാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ ഇൻഷുറൻസ് മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഡോക്ടർമാരായിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാർ, എൻജിനീയേഴ്സ്, അല്ലെന്നുണ്ടെങ്കിൽ സെയിൽസ്മാൻമാരായിട്ട് കടകളിലും മറ്റ് ധാരാളം മേഖലകളിൽ വർക്ക് ചെയ്യുന്ന സെയിൽസ്മാനുകളുണ്ട്. അതോടൊപ്പം തന്നെ ഈ സെയിൽസ്മാൻമാരെ സമീപിക്കുന്ന നമ്മളെപ്പോലെയുള്ള സാധാരണക്കാരുണ്ട്.
സാധാരണ ആൾക്കാരുണ്ട്. നമ്മളുടെ എത്രമാത്രം സ്വാധീനിക്കുന്നുണ്ട്. നമ്മൾക്ക് എങ്ങനെയാണ് ഒരു നല്ല സെയിൽസ്മാനെ നമ്മൾ എങ്ങനെയാണ് തിരിച്ചറിയുന്നത്? അയാളുടെ ആക്ടിവിറ്റീസ് എന്തൊക്കെയായിരിക്കണം? അയാൾ എങ്ങനെയാണ് ഒരു നല്ല കസ്റ്റമറോട് പെരുമാറേണ്ടത്, അല്ലെങ്കിൽ ബിഹേവിയറിസം എന്നുള്ള സംഗതികൾ എങ്ങനെയാണെന്ന് നമുക്കൊന്ന് ചെറിയ തോതിൽ നമുക്കൊന്ന് മനസ്സിലാക്കിയെടുക്കാം. ആദ്യം തന്നെ ഞാൻ പറഞ്ഞു, നമ്മൾ ഇംഗ്ലീഷ് അറിയാൻ ശ്രമിക്കുന്ന എല്ലാവർക്കും വേണ്ട ഒരു പൊതു ഗുണമുണ്ടായിരിക്കണം. എന്താണത്? അത് നമ്മൾ പൊളൈറ്റ് ആയിരിക്കണം, നമ്മൾ വിനയാന്വിതരായിരിക്കണം, നമുക്ക് നല്ല വിനയം ആവശ്യമുണ്ടായിരിക്കണം. അത് ഇംഗ്ലീഷ് ഭാഷ സംസാരിച്ചില്ലെങ്കിലും നമുക്കെല്ലാം വേണ്ട ഒരു ഗുണമാണ് വിനയം അല്ലെങ്കിൽ പൊളൈറ്റ് എന്നുള്ള കാര്യം. പക്ഷെ അത് മിക്കവാറും ചില ആൾക്കാരൊന്നും അങ്ങനെ പ്രായോഗിക തലത്തിലേക്ക് എത്തിക്കാറില്ല. പക്ഷേ നമ്മൾ അറ്റ്ലീസ്റ്റ് നമ്മുടെ ഡെയിലി ലൈഫ് ഇംഗ്ലീഷ് സ്പീക്കിംഗ് കോഴ്സ് കാണുന്ന ആൾക്കാരെങ്കിലും തീർച്ചയായിട്ടും നമ്മുടെ ക്ലാസ് കാണുന്ന എല്ലാവരും ഞാൻ പറയുകയാണ്, നിങ്ങൾ വളരെ വിനയാന്വിതരായിട്ടുള്ള ആളുകളായിരിക്കണം. നിങ്ങളൊരു സെയിൽസ്മാൻ ആണെങ്കിൽ നിങ്ങളുടെ മുൻപിലേക്ക് ഒരു മേഡം അല്ലെങ്കിൽ ഒരു സാർ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? നമ്മളെ ചിരിച്ച മുഖത്തോടു കൂടി പ്ലസൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ വളരെ പുഞ്ചിരി, അതുപോലെ അട്ടഹസിച്ച് വളരെ ഉറക്കെ ചിരിച്ചുകൊണ്ടല്ല, പ്ലസൻ്റായിട്ടുള്ളൊരു പുഞ്ചിരി. അവർക്ക് നമ്മളുടെ മുഖത്തേക്ക് നോണ്ടുമ്പോൾ നമ്മളോട് വന്ന് സംസാരിക്കുവാനും നമ്മളിൽ നിന്നും സാധനങ്ങൾ വാങ്ങുവാനും അവർക്കൊരു പ്രചോദനം നമ്മൾ നൽകണം. അതിനെന്തായിരിക്കണം? നമ്മൾ പൊളൈറ്റ് ആയിരിക്കണം, നമ്മൾ പ്ലീസിങ് പേഴ്സണാലിറ്റി ഉള്ള ആൾക്കാരായിരിക്കണം. എന്താണ് പ്ലീസിങ് പേഴ്സണാലിറ്റി? ഞാൻ പറഞ്ഞു, നമ്മൾ മനോഹരമായി നമുക്ക് ധാരാളം പ്രശ്നങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിലുണ്ടായിരിക്കാം. വീട്ടിലെ പ്രശ്നങ്ങൾ, മറ്റുള്ള ധാരാളം കാര്യങ്ങൾ, വ്യക്തിപരമായിട്ടുള്ള ധാരാളം കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കാം. പക്ഷേ നമ്മൾ ഈ സെയിൽസ് മോഡിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ, നമ്മുടെ ജോലിയിലേക്ക് നമ്മൾ പ്രവേശിച്ചു കഴിഞ്ഞാൽ അതൊക്കെ ബാക്കി എല്ലാ കാര്യങ്ങളും സെക്കൻഡറിയാണ്. നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ വളരെ പ്ലീസിങ് പേഴ്സണാലിറ്റിയോട് കൂടിയിട്ട്, വളരെ സന്തോഷത്തോട് കൂടിയിട്ട് അവരെ നമ്മൾ വെൽക്കം ചെയ്യുക, അവരെ നമ്മൾ വിഷ് ചെയ്യുക. ഗുഡ് മോർണിംഗ് സർ, ഗുഡ് മോർണിംഗ് മാഡം, ഹൗ ആർ യു ടുഡേ, ഹൗ ക്യാൻ ഐ ഹെൽപ്പ് യു മാം? ഇത്തരത്തിലുള്ള ചില അഭിസംബോധനകൾ അവരോട് നമ്മൾ ചെയ്യേണ്ടത് അത്യന്താപേക്ഷിതമാണ്. അപ്പോൾ അത്യാവശ്യമായിട്ട് നമ്മളൊരു കസ്റ്റമറെ നമ്മൾ കാണുമ്പോൾ വളരെ പ്ലീസിങ് പേഴ്സണാലിറ്റിയോടുകൂടി, നല്ല പുഞ്ചിരിച്ച മുഖത്തോടു കൂടി അവരെ നമ്മൾ എന്ത് ചെയ്യണം? അവരെ നമ്മൾ വിഷ് ചെയ്യണം. അവരെ നമ്മൾ രാവിലെ ആണെങ്കിൽ ഗുഡ് മോർണിംഗ് മാം, ഉച്ചയ്ക്കാണെങ്കിൽ ഗുഡ് ആഫ്റ്റർനൂൺ സാർ, വൈകുന്നേരമാണെങ്കിൽ ഗുഡ് ഈവനിങ് മാം. അത്തരത്തിൽ അവരെ നമ്മൾ വിഷ് ചെയ്യാൻ ശ്രമിക്കുക. അവരോട് ചോദിക്കുക, ക്യാൻ ഐ ഹെൽപ്പ് യു മാം, ഹൗ ക്യാൻ ഐ ഹെൽപ്പ് യു മാം, മാം ഞാൻ നിങ്ങളെ സഹായിക്കട്ടെ, ഹൗ ക്യാൻ ഐ ഹെൽപ്പ് യു സാർ, സാർ ഞാൻ എങ്ങനെയാണ് താങ്കളെ സഹായിക്കേണ്ടത്? അത്തരത്തിലുള്ള ചെറിയ ചെറിയ വാക്കുകൾ അവരോട് നമ്മൾ പ്രയോഗിക്കുക. അതും പുഞ്ചിരിച്ച മുഖത്തോടു കൂടി, സൗമനസ്യത്തോടു കൂടിയിട്ട്. നമ്മളാണ് അവരുടെ സ്ഥാനത്ത്. നമ്മൾ എങ്ങനെയാണ് ഒരാളുടേക്ക് ചെല്ലുമ്പോൾ തന്നെ ഒരാൾ നമ്മളോട് എങ്ങനെ ബിഹേവ് ചെയ്യാനാണ് നമ്മൾ ഇഷ്ടപ്പെടുന്നത്, അതുപോലെ നമ്മൾ അവരോട് ബിഹേവ് ചെയ്യുക. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് എന്ത് കിട്ടും? നമ്മളുടെ ടാർഗറ്റ്, നമ്മളെ തീർച്ചയായിട്ടും അവർ ഉൾക്കൊള്ളുകയും നമ്മളെ മനസ്സിലാക്കി നമ്മളെ അവർ ഇഷ്ടപ്പെടുകയും ചെയ്യും. അപ്പോൾ ഒരു പർട്ടിക്കുലർ സാധനം നമ്മൾ ഒരു കടയിൽ വന്ന് ധാരാളം ഒരു ഫോർ എക്സാമ്പിൾ തുണിക്കടയാണ്. അപ്പോൾ നമ്മൾ അവരോട് പറയുക, സർ ഐ വിൽ ഷോ യു മോർ ഐറ്റം, നമ്മളുടെ ധാരാളം ഐറ്റംസ് ഉണ്ട്, ഞാൻ അത് കൂടുതൽ ഐറ്റംസ് സാറിന് ഞങ്ങൾക്ക് തരാൻ സാധിക്കും, സാറിന് നമ്മൾക്ക് കാണാൻ സാധിക്കും. വി വിൽ പ്രൊവൈഡ് യു ഗുഡ് പ്രൈസ് സർ, ഞങ്ങൾ അങ്ങേക്ക് വളരെ നല്ലൊരു പ്രൈസ് പ്രൊവൈഡ് ചെയ്ത് തരാൻ സാധിക്കും, ഞങ്ങളത് അങ്ങനെ ചെയ്തു തരാം. വി വിൽ ഗിവ് യു എ ഗുഡ് ഡിസ്കൗണ്ട് സർ. നമ്മളെപ്പോഴും അവരെ സർ അല്ലെങ്കിൽ മാഡം എന്ന് അഭിസംബോധന ചെയ്യാൻ മറക്കാതിരിക്കുക. എപ്പോഴും അതൊരു ബഹുമാനമാണ്, നമ്മൾ അവരെ റെസ്പെക്റ്റ് ചെയ്യുകയാണ്. അല്ലെങ്കിൽ സാർ എന്ന് പറയുന്നത് പണ്ടത്തെ കൊളോണിയലിസത്തിൻ്റെ ബാക്കിപത്രമായിട്ട് നമ്മൾ പ്രയോഗിക്കുന്നൊരു വാക്കല്ല ഇവിടെ നമ്മളവരെ റെസ്പെക്റ്റ് ചെയ്യുകയാണ്. സർ ഐ വിൽ സെർവ് യു, ഹൗ ക്യാൻ ഐ ഹെൽപ്പ് യു സാർ, ഗുഡ് മോർണിംഗ് സാർ, താങ്ക് യു സാർ, ഹാവ് എ ഗ്രേറ്റ് ഡേ സാർ. അവരെല്ലാം സാധനങ്ങളൊക്കെ അത്യാവശ്യം നമ്മുടെ കയ്യിൽ, നമ്മൾ ഇങ്ങനെയൊക്കെ അവരോട് നമ്മൾ പെരുമാറില്ല. എത്ര വേണ്ട എന്ന് ഉദ്ദേശിച്ച് വരുന്ന ആളാണെങ്കിലും ഒരു കടയിൽ വന്നു കഴിഞ്ഞാൽ അവരെന്തെങ്കിലും നമ്മളുടെ മനസ്സിനെ ോടുള്ള അത് കാണിക്കുക, ആ സ്നേഹം പ്രകടിപ്പിക്കാനായിട്ട് ആണെങ്കിൽ കൂടിയും ഒരു കസ്റ്റമർ ചെറിയൊരു സാധനമെങ്കിലും നമ്മളുടെ കയ്യിൽ നിന്നും വാങ്ങിയിരിക്കും. അപ്പോൾ നമ്മൾ അവരോട് എന്താണ് പറയേണ്ടത്? താങ്ക് യു വെരി മച്ച് സാർ. അവരോട് നമ്മളുടെ ഹൃദയത്തിൽ നിന്നുള്ള നന്ദി അവരോട് നമ്മൾ പ്രകാശിപ്പിക്കുക. താങ്ക് യു വെരി മച്ച് സാർ. അതോടൊപ്പം തന്നെ അവർ പോകുമ്പോൾ ഹാവ് എ ഗ്രേറ്റ് ഡേ സാർ. അവർ നമ്മളെ എന്തെങ്കിലും നമുക്ക് അനുകൂലമായിട്ടുള്ള അല്ലെങ്കിൽ എന്തെങ്കിലും പ്രത്യേക സജഷൻസ് നമ്മളോട് പറയുകയാണെങ്കിൽ പറയാം, ഐ വിൽ അപ്രിഷിയേറ്റ് യു സർ, ഐ വിൽ ഷോ യു മോർ ആൻഡ് മോർ ഐറ്റംസ്, ഐ വിൽ ഷോ യു മോർ വെറൈറ്റീസ്.
അത്തരത്തിലുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ ഓർത്ത് വെക്കുക, അവരോട് നമ്മൾ സംസാരിക്കുക. അപ്പോൾ 4 കാര്യങ്ങൾ നമ്മൾ പ്രധാനമായിട്ടും ഓർക്കുക. ബി പ്രസൻറ്റ് ഓൾവേസ്, നമ്മൾ പ്ലസൻ്റ് ആയിരിക്കുക. കീപ് ദ പ്ലീസിങ് പേഴ്സണാലിറ്റി, അവർക്ക് താല്പര്യമുള്ള രീതിയിലുള്ള പേഴ്സണാലിറ്റി നമ്മൾ ഡെവലപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓൾവേസ് വിഷ് ദ കസ്റ്റമർ, നമ്മൾ ഓൾവേസ് അവരോട് ഗുഡ് മോർണിംഗ്, ഗുഡ് ആഫ്റ്റർനൂൺ, ഹാവ് എ ഗുഡ് ഡേ അങ്ങനെയുള്ള കാര്യങ്ങൾ അവരോട് പറയുക. ഓൾവേസ് സേ താങ്ക് യു, അവരോട് ഓൾവേസ് നമ്മൾ എപ്പോഴും നമ്മൾ അവരോട് പർച്ചേസ് ചെയ്യുന്ന അവരോട് പോകുമ്പോൾ അവരോട് നമ്മൾ താങ്ക് യു പറയും. എന്തുകൊണ്ട്? വീണ്ടും അവരെ നമ്മളിലേക്ക് അടുത്ത തവണ നെക്സ്റ്റ് ടൈം വെൻ ദേ ആർ തിങ്കിങ് അബൌട്ട് സം പർച്ചേസിങ് ദേ ഷുഡ് കം അവർ ഷോപ്പ്, അവർ നമ്മുടെ ഷോപ്പിലേക്ക് തീർച്ചയായിട്ടും എത്തണം. അങ്ങനെ എത്താനുള്ള ഒരു മാർഗം, നമ്മളൊരു പാത്ത് നമ്മൾ ഒരുക്കി കൊടുക്കുകയാണെങ്കിൽ ചിലപ്പോൾ അവർ ഫസ്റ്റ് ടൈം നമ്മുടെ ഷോപ്പിൽ നിന്ന് ഒന്നും വാങ്ങി എന്നിരിക്കില്ല, പക്ഷേ ഡെഫിനറ്റ്ലി അവരെന്തെങ്കിലും സാധനം മേടിക്കേണ്ട കാര്യം ചിന്തിക്കുമ്പോഴേക്കും അവർ നമ്മളെ ഓർക്കണം, നമ്മുടെ ഷോപ്പിനെ ഓർക്കണം. മനസ്സിലായില്ലേ? അപ്പോൾ ഈ ഡെവലപ്മെൻറ്റ്, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ, അതോടൊപ്പം തന്നെ അവരോട് ഹാവ് എ ഗ്രേറ്റ് ഡേ സാർ, നല്ലൊരു ദിവസം അവർക്ക് ആശംസിക്കുവാനായിട്ട് മറക്കാതിരിക്കുക. നമ്മൾ കേൾക്കുമ്പോൾ ഓർക്കും ഇതൊക്കെ ഒരേ ചെറിയ സംഗതിയില്ല, ഇതിൻ്റെയൊക്കെ എന്താ ആവശ്യമാണുള്ളൂ. പക്ഷേ ഇത് നിങ്ങളൊന്ന് അനുവർത്തിച്ച് നോക്കുക. അതോടൊപ്പം തന്നെ നമ്മളൊരു കടയിലേക്ക് സാധനം മേടിക്കാൻ പോകുമ്പോൾ ചിരിച്ച മുഖത്തോടു കൂടിയിട്ടുള്ള ഒരു സെയിൽസ്മാനെ, നമ്മളോട് വിഷ് ചെയ്യുന്ന ഒരു സെയിൽസ്മാനെ, നമ്മളോട് സംവദിക്കുന്ന അല്ലെങ്കിൽ നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു സെയിൽസ്മാനെ, നമ്മളോട് താങ്ക് യു പറയുന്ന ഒരു സെയിൽസ്മാനെ, നമുക്ക് നല്ല ദിവസം ആശംസിക്കുന്ന ഒരു സെയിൽസ്മാനെ, അത്തരത്തിലുള്ള ഒരു വ്യക്തിത്വത്തിൻ്റെ അടുത്തായിരിക്കണം നമ്മൾ അടുത്ത തവണ നമ്മൾ പർച്ചേസ് ചെയ്യാൻ പോകുമ്പോൾ നമ്മൾ ഓർത്ത് പോകേണ്ടത്. അതൊരു ചെറിയ കടയാണെങ്കിലും വലിയ കടയാണെങ്കിലും, ചെറിയൊരു ഗ്രോസറി ഷോപ്പ് ആയിക്കോട്ടെ, അവിടെ ഓൺലി വൺ മാൻ, ഒരു സോൾ ട്രേഡർ ആയിരിക്കാം, സോൾ ട്രേഡർ എന്ന് വെച്ചാൽ ഒരു ഒറ്റ വ്യക്തി മാത്രമുള്ള കടയാണെങ്കിലും അദ്ദേഹം ഇപ്പം എന്നെ ശ്രമിക്കുന്ന ആൾ ചെറിയൊരു കടക്കാരനായിക്കോട്ടെ, ഒരാൾ കടയിലേക്ക് വരുമ്പോൾ തന്നെ ഹായ് ഗുഡ് മോർണിംഗ് സാർ, ഗുഡ് മോർണിംഗ് മാം, അതൊക്കെ നമ്മൾ ശീലിക്കുക. നമുക്ക് അവരോട് അങ്ങനെയൊക്കെ പറഞ്ഞ് ശീലിക്കാം. എങ്കിൽ മാത്രമേ നമ്മുടെ ഇംഗ്ലീഷ് നമുക്ക് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുപോകാൻ സാധിക്കത്തുള്ളൂ. നമ്മളുടെ ബിഗിനിങ് എപ്പോഴും നമ്മളുടെ സറൗണ്ടിങ്സിൽ നിന്ന് നമ്മൾ പഠിച്ചു വരിക, നമ്മളുടെ സറൗണ്ടിങ്സിൽ നിന്ന് നമ്മൾ ഇംഗ്ലീഷ് സംസാരിച്ച് വരിക. എങ്കിൽ മാത്രമേ നമ്മളൊരു വലിയ ഗ്രൂപ്പിലേക്ക് അല്ലെങ്കിൽ ഒരു വലിയ ക്രൗഡിലേക്ക് നമ്മൾ ചെല്ലുമ്പോൾ നമുക്ക് നന്നായിട്ട് സംസാരിക്കുവാനായിട്ട് സാധിക്കത്തുള്ളൂ. ഈ ചെറിയ സെഷനാണ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ചർച്ച ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്നത്. നമുക്ക് മറ്റൊരു സെഷനുമായിട്ട് മറ്റൊരു ക്ലാസ്സുമായിട്ട് നമുക്ക് നാളെ കണ്ടുമുട്ടാം. അതുവരെ എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും നന്ദി, നമസ്കാരം. ഹാവ് എ ഗ്രേറ്റ് ഡേ. താങ്ക് യു.